Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പായസമാണ് ട്ടോ കാണിക്കുന്നത്. ഒരു അടിപൊളി പാൽ പായസത്തിന്റെ റെസിപ്പിയാണ്. പായസം ഇളക്കാനോ കുറുക്കാനോ ഒന്നും സമയം കളയാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 5 ടേബിൾ സ്പൂൺ ഉണക്കലരി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പായസം നമുക്ക് ഉണക്കലരിക്ക് പകരം പച്ചരി വെച്ചിട്ടും ചെയ്യാം. പക്ഷേ പാൽ പായസത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക ഉണക്കലരി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പായസത്തിനൊക്കെ എപ്പോഴും നമ്മൾ നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം. അപ്പോഴാണ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. 1/4 കപ്പോ അല്ലെങ്കിൽ 1 കപ്പ് വരെയൊക്കെ എടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുക്കർ എടുക്കുമ്പോൾ ഒരു 5 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 7 ലിറ്ററിൻ്റെയൊക്കെ കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ നല്ലത്. ഇതിലിനി നമ്മൾ ഈ കുക്കറിൽ ഇതെല്ലാം കൂടിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചെറിയ കുക്കറൊക്കെ ആണെങ്കിൽ വിസിലടിച്ചിട്ട് പാലൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 5 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 7 ലിറ്ററിൻ്റെയൊക്കെ കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പായസത്തിന് വേണ്ടിയിട്ട് കുക്കർ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. നമ്മുടെ കയ്യിലുള്ളത് കറികളൊക്കെ വെക്കുന്ന കുക്കറാവും. അതിൽ എണ്ണയുടെയും മസാലയുടെയൊക്കെ അംശങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ പായസം പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കുക്കർ എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റവിൻ്റെ ഏറ്റവും ചെറിയ ബർണർ ഉണ്ടാവുമല്ലോ, ആ ബർണറിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അരമണിക്കൂറാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. അതായത് ഒരു 30-35 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, അതങ്ങനെ അവിടെ ഇരുന്ന് ആയിക്കോളും. നമുക്ക് വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം കൊണ്ട് ചെയ്ത് തീർക്കാം. എന്നിട്ട് 35 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലെ പ്രഷർ മുഴുവനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ തുറക്കുകയും ചെയ്യാം. പിന്നെ നമ്മളത് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. 1/2 മണിക്കൂറോ 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രഷർ മുഴുവനായിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുറന്നിട്ട് സെർവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ബർണറിൽ വെച്ചുകൊണ്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആവാറാകുമ്പോൾ ഉള്ളിലെ പ്രഷർ കൊണ്ട് കുറച്ച് പാല് മേലേക്കൊന്ന് പൊങ്ങി വന്നു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അഥവാ വിസിലടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വിസിൽ മുഴുവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. മൊത്തത്തിലൊരു 35 മിനിറ്റ് വേവിക്കണം എന്നേ ഉള്ളൂ. അപ്പോഴാണ് അരിയൊക്കെ നന്നായി വെന്ത് പായസം നല്ല കറക്റ്റ് പരിവായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഉണക്കലരി ആയതുകൊണ്ട് പായസത്തിന് ആ ഒരു നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കുക്കർ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയും നമ്മൾ മുൻപിട്ടിട്ടുണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റിലൊക്കെ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കിക്കോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാൽപ്പായസത്തിൽ നമ്മൾ നെയ്യൊന്നും ചേർക്കാറില്ല. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർക്കാറില്ല. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കാറില്ല. ഈ പായസം ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. പക്ഷേ അവസാനം നമ്മളിതിലേക്ക് ഒരു 3-4 തുളസിയില ഇടുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന പാൽപ്പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്